ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ARJ ഫാമിലി. ഇന്ന് നമുക്ക് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി പരിചയപ്പെട്ടാലോ? അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പപ്പടം എടുക്കാവുന്നതാണ്. ആ പപ്പടം നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ പപ്പടം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ പപ്പടം നമ്മളിപ്പോൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ആ ചെറിയ ഉള്ളി നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഗ്യാസിലേക്ക് വെക്കാവുന്നതാണ്. ആ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഓയിൽ നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന പപ്പടം അതിലേക്ക് ഇട്ട് കൊടുത്ത് പൊള്ളിച്ചെടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പൊള്ളിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ പൊള്ളിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പപ്പടം എല്ലാം നമ്മൾ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ ഗ്യാസിലേക്ക് വെക്കാവുന്നതാണ്. ആ പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൊക്കനട്ട് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു പീസ് മുളക് അതിലേക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിടാവുന്നതാണ്. അതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ഒരുപാട് ഇടരുത്, പപ്പടത്തിന് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഇടാവൂ. ഇട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ വഴണ്ട് വന്നതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ചിരുകിയ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാവുന്നതാണ്. പൊടിയെല്ലാം അതിലേക്ക് മിക്സ് ആയതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ചെറുതായിട്ട് ഇളക്കാവൂ. കാര്യമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പപ്പടം എല്ലാം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രുചികരമായ പപ്പടത്തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് കറികളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.